നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലർക്കുമുള്ള ഒരു പ്രധാന പ്രശ്നമായിരിക്കും രാവിലെ ഉറക്കമുണർന്നതിന് ശേഷം അമിതമായിട്ട് ക്ഷീണം വരിക എന്നുള്ളത്. അതായത് നല്ലൊരു ഉറക്കം കഴിഞ്ഞതിന് ശേഷവും ഉന്മേഷക്കുറവ് തോന്നുകയോ ശരീരത്തിൽ അമിതമായിട്ട് ഭാരം തോന്നുകയോ ഇല്ലെങ്കിൽ ശരീരത്തിൽ അവിടെ ഇവിടെയായിട്ട് വേദനകൾ, അസ്വസ്ഥതകളൊക്കെ തന്നെ ഉണ്ടാവുക എന്നുള്ളത്. ഇത് ഒരു തവണ വന്നതുകൊണ്ട് മാത്രമല്ല, വീണ്ടും വീണ്ടും ഇതേ പ്രശ്നങ്ങൾ ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഓർക്കുക, ഇത് സ്വാഭാവികമായിട്ടോ സാധാരണയായിട്ടോ വരുന്ന ക്ഷീണമല്ല, മറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ആകാം എന്നുള്ളത്. നമ്മൾ എല്ലാ ദിവസവും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ പോലും ഈ പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻ വാല്യൂസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കണം എന്നില്ല. അതിനാൽ തന്നെ പലർക്കും പല തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടേക്കാം. പ്രധാനമായിട്ടും ഇപ്പോൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും മറ്റൊന്ന് വിറ്റമിൻ B12 ഡെഫിഷ്യൻസിയുമാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന 3 പ്രധാന സൂപ്പർ ഫുഡുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് രാത്രിയിൽ കുതിർത്ത് വെച്ച് രാവിലെ കഴിക്കാൻ കഴിയുന്നതാണ്. ശരിയായ അളവിൽ എങ്ങനെയാണ് എടുക്കേണ്ടത്, അതുപോലെ ഏത് രീതിയിലാണ് കഴിക്കേണ്ടതെന്നൊക്കെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ ഭക്ഷണം എന്ന് പറയുന്നത് നിലക്കടല ഇല്ലെങ്കിൽ കപ്പലണ്ടി എന്ന് പറയും. അപ്പോൾ ഈ നിലക്കടല എന്ന് പറയുന്നത് നമുക്ക് വളരെ ഒറിജിനലായിട്ട് ലഭിക്കുന്ന, അതായത് തോടോട് കൂടിയിട്ട് നമ്മൾ പൊളിച്ചിട്ട് കഴിക്കുന്ന ചെറിയ തരത്തിലുള്ള നിലക്കടല ലഭിക്കുകയാണെങ്കിൽ അതിലാണ് ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻ വാല്യൂസ്, പോഷകങ്ങളൊക്കെ തന്നെ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുള്ളത്. ഇവയിൽ അടങ്ങിയിട്ടുള്ളത് ഉയർന്ന അളവിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട്, പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, കൂടെ തന്നെ നമുക്ക് ഒരുപാട് വിറ്റമിൻസുകൾ, വിറ്റമിൻ ബിയും വിറ്റമിൻ ഇയും ഒക്കെ തന്നെ സമൃദ്ധമായിട്ട് തന്നെ അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം, അയൺ, ഫോസ്ഫറസ് മുതലായിട്ടുള്ള നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്തുന്ന ന്യൂട്രിയൻസും ഇതിനകത്ത് നല്ല രീതിയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. ഇത് കൊളസ്ട്രോൾ ലെവലിനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ടും ഏറെ ഗുണപ്രദമാകുന്നതാണ്. കൂടാതെ നമ്മുടെ ബ്രെയിൻ ഹെൽത്തിന് വേണ്ടിയിട്ടും ഓർമ്മശക്തി കൂട്ടാൻ വേണ്ടിയിട്ടും പ്രായാധിക്യം മൂലം ഉണ്ടാകുന്ന മറവി പ്രശ്നങ്ങളൊക്കെ തന്നെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അത് സ്ലോ ഡൗൺ ചെയ്യിക്കാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഭക്ഷണം എന്ന് പറയുന്നത്. രണ്ടാമത്തത് മലരാണ്. ഇതിനെ നമ്മൾ ആയുർവേദത്തിൽ ലാജ എന്ന് പറയും. നമ്മൾ അമ്പലങ്ങളിൽ നിന്നൊക്കെ തന്നെ നമ്മൾ പ്രസാദം കിട്ടുന്ന ആ ഒരു മലരാണ് പറയുന്നത്. വളരെ ഔഷധ ഗുണങ്ങളുള്ളതാണ്. നമുക്ക് കാൽസ്യം നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്, വിറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ അയൺ നല്ല രീതിയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ രക്തക്കുറവിൻ്റെ പ്രശ്നങ്ങളുള്ളവരിലോ ഇല്ലെങ്കിൽ ക്ഷീണം അമിതമായിട്ടുള്ളവർ വിറ്റമിൻ ഡി ശരീരത്തിൽ ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ തന്നെ ഏറ്റവും ഗുണപ്രദമായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി ഏറെ ഫലപ്രദമാണ്. കൂടാതെ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടി ഏറെ ഗുണപ്രദമാകുന്നതാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ ഏറ്റവും ഗുണപ്രദമാണ്. അതുപോലെ കഴിക്കാനും വളരെയധികം എളുപ്പമാണെന്നുള്ളതാണ്. അതായത് നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ദഹിക്കാൻ ഏറ്റവും ഗുണകരമാണ്. ഉദര സംബന്ധമായിട്ടുള്ള ഗ്യാസ്, അതുപോലെ വയറുവീർപ്പിന്റെ പ്രശ്നങ്ങൾ, പുളിച്ചു തകട്ടൽ, മലബന്ധം തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടും ഇത് നമ്മൾ ആയുർവേദത്തിൽ എപ്പോഴും ഉപയോഗിച്ചു പോകുന്നത് നമ്മുടെ ഉന്മേഷം കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് എനർജി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി. അതുപോലെ പ്രഗ്നൻസി സമയത്ത് പ്രഗ്നന്റ് ലേഡീസിന് ഉണ്ടാവുന്ന അമിതമായിട്ടുള്ള വോമിറ്റിങ്, നോസിയ മുതലായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവരുടെ ശരീരത്തിൽ ഉന്മേഷം കൂട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. മലർ വെള്ളമായിട്ടുള്ള രീതിയിൽ കൊടുക്കും, മലർ കഞ്ഞിയായിട്ടുള്ള രീതിയിൽ കൊടുക്കും. ഒരുപാട് പ്രിപ്പറേഷൻ ഉണ്ട്. നമ്മൾ ഈ ഒരു മലർ സെലക്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടും കൂടെ തന്നെ ഉന്മേഷം കൂട്ടാൻ ഏറ്റവും ഗുണപ്രദമാണ്. ഇനി മൂന്നാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് കിസ്മിസ് ആണ്. നമ്മൾ ബിരിയാണിയിലൊക്കെ ചേർക്കുന്ന കിസ്മിസ് ആണ് വരുന്നത്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്, ഒരുപാട് ആൻറ്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടുകളും വേദനകളും അകറ്റാൻ ഏറ്റവും ഗുണപ്രദമാണ്. അതുപോലെ ഞരമ്പുകളിനെ ശക്തിപ്പെടുത്താൻ വേണ്ടും സഹായിക്കുന്നതാണ്. കാരണം ഇത് നെർവസ് സിസ്റ്റവുമായിട്ട് ഒരുപാട് ബന്ധമുള്ളതാണ്. നമുക്ക് നെർവ് ഫംഗ്ഷന് വേണ്ടിയിട്ട് ഏറ്റവും ഗുണപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. കാൽസ്യം, അയൺ, ഫോസ്ഫറസ്, സിലീനിയം മുതലായിട്ടുള്ള മിനറൽസുകളും സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ മസിൽസിന്റെ ആരോഗ്യം, ഞരമ്പിന്റെ ആരോഗ്യം, കൂടെ തന്നെ എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയും മലബന്ധത്തിന്റെ പ്രശ്നങ്ങൾ അകറ്റാനും ഇത് ഏറെ സഹായകരമാകുന്നതാണ്. ഇനി ഇതിന്റെ ഉപയോഗ രീതികളും എത്ര അളവുകളിലാണ് എടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് നിലക്കടല എടുക്കേണ്ടത് 1 പിടി അളവായിട്ടുള്ള നിലക്കടലയാണ് എടുക്കേണ്ടത്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇത് നമ്മൾ 1 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ടതാണ്. 1 ഗ്ലാസ്സിൽ തന്നെയാണ് നമ്മൾ ഈ 3 കാര്യങ്ങളും കുതിർത്ത് വെക്കുന്നത്. അപ്പോൾ ആദ്യം എല്ലാം കഴുകിയതിന് ശേഷം മാത്രമാണ് നമ്മൾ കുടിക്കാൻ പാകത്തിലുള്ള വെള്ളത്തിന് കുതിർത്ത് വെക്കുക. രണ്ടാമത് വരുന്നത് മലരാണ്. മലരെന്ന് പറയുന്നത് 2 പിടി മലരാണ് നമ്മൾ കയ്യിൽ ഒതുങ്ങുന്ന 2 പിടി മലരെടുക്കുക. എന്നിട്ട് അതും നമുക്ക് ഇതേ വെള്ളത്തിൽ തന്നെ നമുക്ക് കുതിർത്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം ഈ ഒരു കിസ്മിസും നമ്മൾ ഏകദേശം 10 അല്ലെങ്കിൽ 12 എണ്ണം എടുത്തിട്ട് ചൂടുവെള്ളത്തിലൊന്ന് കഴുകിയതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുതിർത്ത് വെക്കേണ്ടതാണ്. എന്നിട്ട് പിറ്റേ ദിവസം
ദിവസം രാവിലെ ഒരു ഗ്ലാസ് സാധാരണ വെള്ളം കുടിച്ചതിന് ശേഷം നിങ്ങൾ ഓട്സ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഇത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ചായയോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസ്ക്കറ്റോ റസ്കോ ഒക്കെ കഴിക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്കിത് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പം അത് രാവിലെ നമ്മൾ ഈ ഒരു വെള്ളവും അതിനടിയിൽ കുതിർത്തി വെച്ചിട്ടുള്ള മലരും തുടങ്ങിയിട്ടുള്ള ചേരുവകളൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ ചവച്ചരച്ച് കഴിക്കുക. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു വെള്ളവും കുടിച്ചിട്ട് 1 മണിക്കൂറിന് നേരത്തേക്ക് നമ്മൾ യാതൊരുവിധ ഭക്ഷണങ്ങളും കഴിക്കാൻ പാടുള്ളതല്ല. കാരണം ഇതിൻ്റെ ശരിയായിട്ടുള്ള അബ്സോർപ്ഷൻ ശരീരത്തിൽ നടക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നിങ്ങൾക്ക് രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ രാവിലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം 11 മണി സമയത്ത്, അതായത് സമയത്ത് ചായ കുടിക്കുന്ന സമയത്തൊക്കെ അതിന് ചായ കുടിക്കുന്നതിന് പകരമായിട്ട് ഇത് കഴിക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു വെള്ളവും കുടിക്കണം. അതുപോലെ തന്നെ ഇതിനടിയിൽ കുതിർത്ത് വെച്ചിട്ടുള്ള കടലയും അതുപോലെ തന്നെ മലരും കിസ്മിസും അടങ്ങിയിട്ടുള്ള ഈ ഒരു മിശ്രിതം നിങ്ങൾ ചവച്ചരച്ച് കഴിക്കേണ്ടതാണ്. ഇത് നമുക്ക് നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു എനർജി ബൂസ്റ്റ് നൽകാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ്. അപ്പം നിങ്ങളിത് 1 അല്ലെങ്കിൽ 2 മാസം അടുപ്പിച്ച് നിങ്ങൾ കുടിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല വ്യത്യാസങ്ങൾ തന്നെ വരുന്നതാണ്. നമുക്ക് ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ആ ഒരു വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ മൂഡ് ചേഞ്ച് ആവുന്നതും അതുപോലെ തന്നെ വളരെ ഹാപ്പി ആയിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ ഉന്മേഷം കൂട്ടാൻ വേണ്ടിയും വളരെ എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ വേണ്ടിയും സഹായകരമാകുന്നതാണ്. ഇനി ഇതുപോലെ നിങ്ങൾക്ക് കുതിർത്ത് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ചെറിയ സ്നാക്സിൻ്റെ ഒരു കാര്യം പറയാം. കാരണം ഒരു പക്ഷേ ചിലപ്പോൾ കുതിർത്ത് കഴിക്കുന്നത് കുട്ടികൾക്ക് ചിലപ്പം അത് കഴിക്കാൻ പറ്റണം എന്നില്ല. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ആദ്യം ഉണക്കമുന്തിരിയാണ് ആവശ്യമായിട്ടുള്ളത്. കറുത്ത ഉണക്കമുന്തിരി എടുക്കുക. ഏകദേശം 30 അല്ലെങ്കിൽ 40 ഉണക്കമുന്തിരി എടുക്കുക. ഏകദേശം 100 ഗ്രാം അളവായിട്ടുള്ള മലരും എടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിനകത്തേക്ക് കൽക്കണ്ടം പൊടിച്ചതും കൂടി അതിനകത്തേക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പൊടിച്ചിട്ട് അതിനകത്തേക്ക് ഇടുക. എന്നിട്ട് ഇവയെല്ലാം കൂടിയിട്ട് ഒരു ഗ്ലാസ് കണ്ടെയ്നറിനകത്തേക്ക് ഇട്ട് വെക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിൽ നിന്നും 1-2 സ്പൂണൊക്കെ തന്നെ നിങ്ങൾക്ക് ആവശ്യാനുസരണം കഴിക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കും കൊടുക്കാവുന്നതാണ്. വളരെ വേഗത്തിൽ തന്നെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ വളരെ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ഏറെ ഗുണപ്രദമാകുന്നതാണ്. അപ്പോൾ ഈ 2 രീതികളിലും നിങ്ങൾക്ക് വ്യത്യസ്തമായ രീതികളിൽ നിങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എപ്പോഴും ചുറുചുറുക്കോടെ എനർജറ്റിക് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കുക. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.